സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അപ്പോ ശ്രീലേഖ പുതിയ ഉഡായിപ്പായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. പ്രശാന്തിന്റെ MLA പ്രശാന്തിന്റെ ഓഫീസിലേക്ക് നേരെ ചെന്ന് കയറിയിട്ട്, ഇതെന്റെ അനുജനാണ്, അനുജനെ പോലെയാണ്, ഞങ്ങൾ തമ്മിൽ പ്രശ്നമില്ല. പ്രശ്നമുണ്ട്, ചുമ്മാ ജാട കാണിക്കുന്നതാണ് ശ്രീലേഖ. ശ്രീലേഖയുടെ പരിപാടികളൊന്നും തിരുവനന്തപുരത്ത് നടക്കൂല. മേയർ സ്ഥാനമോ കിട്ടിയില്ല, ഇനി ഒരു അലപ്പുണ്ടാക്കാന്നാണ്, കലിപ്പുണ്ടാക്കി അവിടെ കുഴപ്പമുണ്ടാക്കി പേര് പറ്റാന്നാണ്. എന്തായാലും ശരി, അത് നടക്കാൻ പോകുന്നില്ല എന്ന് ശ്രീലേഖ മനസ്സിലാക്കുക. ശ്രീലേഖ പഴയ DGP ആണെങ്കിൽ അത് കൈ വെച്ചിരുന്നാൽ മതി. വെറും എന്താണ് പറയുന്നത്, വെറും ഒരു പെൻഷൻ വാങ്ങിക്കുന്ന ഒരു സ്ത്രീയാണ്. അത് മനസ്സിലാക്കി പ്രവർത്തിക്കണം. വെറും ഒരു കോർപ്പറേഷനിലെ 101 കൗൺസിലർമാരിൽ ഒരാളാണ്. അപ്പോൾ അവിടെ എൻ്റെ സ്ഥാനം എങ്ങനെ ഉറപ്പിക്കാം, ജനങ്ങളുടെ ഇടയിൽ എങ്ങനെ ഒരു ചർച്ചാ വിഷയമാക്കാം, അതിനു വേണ്ടി പ്രശാന്തിന്റെ ഓഫീസിൽ പോയി, MLA ഓഫീസിൽ പോയിട്ട് കാട്ടിക്കൂട്ടുന്നത് നമ്മൾ കണ്ടതാണിപ്പോൾ. അതായത് മീഡിയകൾ ഇങ്ങനെ ഒരുപാട് വന്നിരിക്കുന്നു, എനിക്ക് അനുജനെ പോലെയാണ്. അനുജനെ പോലെയൊന്നും അല്ല, അതൊക്കെ വെറുതെ പറയുന്നതാണ്, കള്ളം പറയുന്നതാണ്. അവർക്ക് ഹിന്ദുത്വം എന്ന് പറയുന്നത്, അവർ ഉദ്ദേശിക്കുന്ന ഹിന്ദുത്വം എന്ന് പറയുന്ന BJP RSS പരിവാരങ്ങൾ, അത് മാത്രമാണ് അവരുടെ ഇതെന്ന് പറയുന്നത്. ബാക്കിയുള്ളതൊന്നും ഹിന്ദുക്കളല്ല. അവർ ഹിന്ദു സമുദായത്തിൽപ്പെട്ടവരല്ല. അതായത് ദളിതനെയും സാധാരണ ഹിന്ദുവിനെയും അവർ കണക്കാക്കുന്ന വേറൊരു രീതിയിലാണ്. അപ്പോ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ദളിതനും ന്യൂനപക്ഷ ഹിന്ദുക്കളുമെല്ലാം അവരുടെ മുന്നിൽ ആരുമല്ല, മനുഷ്യരെയല്ല. നമുക്കറിയാം, ഈഴവന് ഏത് വർഷം തൊട്ടാണ് പശുവിന്റെ പാല് കറക്കാനുള്ള അവകാശം കിട്ടിയത്? അത് നമ്മൾ മനസ്സിലാക്കണം. കേരളത്തിലാണിത്, കേരളത്തിൽ നടന്നതാണ്. ഈഴവന് പശുവിന്റെ പാല് കറക്കാൻ പാടില്ലായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. സ്ത്രീകൾക്ക് മറയ്ക്കാൻ ഒക്കില്ലായിരുന്നു. അങ്ങനെ ഒരു കാലാവസ്ഥ ഇവിടെ ഉണ്ടായിരുന്നു കേരളത്തില്. ഇതെല്ലാം മാറ്റി മറിച്ചത് ഇവിടെ സമുദായങ്ങൾ വന്നതുകൊണ്ടാണ്. മറ്റുള്ള സമുദായങ്ങൾ, അതായത് ഹിന്ദു സമുദായത്തിൽപ്പെട്ട് ഇങ്ങനെ ഞെരുങ്ങി നാണം കെട്ട് ജീവിക്കുന്നതിലും ഭേദം മറ്റുള്ള സമുദായങ്ങളിലേക്ക് നമുക്ക് പോകാം എന്ന് കരുതിയ ആളുകൾ ക്രിസ്ത്യാനികളുമായി മുസ്ലിങ്ങളുമായി, അങ്ങനെയാണ് അവസാനം നവോത്ഥാന നായകരും വന്നു. അത് വെള്ളാപ്പള്ളിയെ പോലെയുള്ള നവോത്ഥാന നായകരല്ല, അന്തസ്സുള്ള അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുവും അങ്ങനെയുള്ള ആളുകൾ വന്നതിന് ശേഷമാണ് ഇങ്ങനെയുള്ള അവകാശങ്ങൾ പോലും സാധാരണ ഈഴവനായിരുന്നാലും ശരി, സാധാരണ ദളിതനായിരുന്നാലും കിട്ടി. നായറുകളെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ പറയണം. ഏതൊരു നമ്പൂതിരിക്കും നായർ വീട്ടിൽ രാത്രി കയറി പോകാം, അവിടെ അന്തി ഉറങ്ങാം, ഏത് സ്ത്രീയുമായിട്ടും. അങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നു കേരളത്തിൽ. അത് നമ്മൾ മനസ്സിലാക്കണം. അതൊക്കെ മാറ്റിയെടുത്ത ആരാണ്? BJP-ക്കാരാണോ? ഇവിടെയുള്ള സ്ത്രീകള്, ചെറുപ്പക്കാരാവട്ടെ പ്രായമായവരാവട്ടെ, ഭർത്താവ് മരിച്ച് അവരാ ചിതയിലോട്ട് എടുക്കുമ്പോൾ ഇവര് നിർബന്ധമായിട്ടും ആ ചിതയിൽ ചാടിച്ചാവണം, ബന്ധു മരിക്കണം. അങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നു ഈ സമുദായത്തില്. അതെല്ലാം മാറ്റിയെടുത്ത ആരാണ്? ആദ്യമായിട്ട് മറയ്ക്കാൻ നിർബന്ധിച്ചതെന്ന് പറഞ്ഞാൽ ടിപ്പു സുൽത്താനാണ്. ടിപ്പു സുൽത്താൻ കേരളത്തിൽ മലബാർ ഭാഗത്ത് വന്നപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞത്. അവര് എല്ലാവർക്കും ഞാൻ തുണി വാങ്ങിച്ചു തരാം, എന്തുകൊണ്ട് നിങ്ങൾ മറയ്ക്കുന്നത്? തുണി കിട്ടാത്തതുകൊണ്ടാണെന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് നല്ല ആൾക്കാർ, മനുഷ്യത്വമുള്ളവർ, അത് ഏത് സമുദായമാവട്ടെ, ഹിന്ദു ആവട്ടെ, മുസ്ലിം ആവട്ടെ, ക്രിസ്ത്യാനി ആവട്ടെ, അതായത് മനുഷ്യത്വം കാണിക്കുന്നവരെ മനുഷ്യനായിട്ട് കണക്കാക്കണം. ഇവരൊക്കെ എന്ന് പറയുന്ന മനുഷ്യരിൽപ്പെട്ടവരല്ല. ഈ സംഘപരിവാർ ശക്തികൾ, RSSകാർ എന്ന് പറയുന്ന മനുഷ്യ ഗുണത്തിൽപ്പെട്ടവരെയല്ല. അവരിൽ നിന്ന് യാതൊരു അനുകമ്പയോ അവരിൽ നിന്ന് യാതൊരു സ്നേഹമോ ഒന്നും പ്രതീക്ഷിക്കേണ്ട. അത് അങ്ങനെ അവിടെ നിൽക്കട്ടെ. അപ്പോ അങ്ങനെയുള്ള കേരളത്തിലാണ് ഇപ്പൊ വന്നിട്ട് ശ്രീലേഖ വന്നിട്ട് MLA-യുടെ അടുത്ത് ഓഫീസ് ഒഴിയണമെന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നിയമമില്ലേ? ഈ ഒരു വാർഡ് മെമ്പർക്ക് അല്ലെങ്കിൽ ഒരു വാർഡ് കൗൺസിലർക്ക് എന്താണ് അധികാരം ഒഴിയാൻ പറയാൻ? അതിന് നിയമമില്ലേ ഇവിടെ? കോർപ്പറേഷൻ കൗൺസിൽ കൂടണം, എന്നിട്ട് അവര് നിയമം ഉണ്ടാക്കി അല്ലെങ്കിൽ സെക്രട്ടറിക്ക് കൊടുക്കണം, അങ്ങനെ MLA-യോട് ആവശ്യപ്പെടണം. പക്ഷെ അത് അവരുടെ എഗ്രിമെന്റ് കാലാവധി കഴിയാതെ എങ്ങനെ ഒഴിയും? എഗ്രിമെന്റ് കാലാവധി കഴിഞ്ഞാൽ തന്നെയും വീണ്ടും വേണമെങ്കിൽ തുടരാം, അതിന് കോടതിയിൽ പോകാം. MLA എന്ന് പറയുന്നത് വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലെ MLA ആണ്, പുറത്തുള്ള MLA അല്ല. ഓഫീസ് എവിടെ വെക്കണമെന്ന് തീരുമാനിക്കേണ്ടത് MLA ആണ്. ജനങ്ങൾക്ക് വരാനും പോകാനും സൗകര്യമുള്ള സ്ഥലത്താണ് ഒരു ഓഫീസ്, MLA-യുടെ ഓഫീസ് സ്ഥാപിക്കേണ്ടത്. ഇപ്പോൾ ശാസ്തമംഗലത്ത്
പിന്നെ കൗൺസിലറാണ്, കോർപ്പറേഷൻ കൗൺസിലറാണ് ശ്രീലേഖ. ശരി, അവിടെ ഒരു ഓഫീസ് ഉണ്ടാക്കിക്കോ. അവിടെ ഒരു ഓഫീസ് ഉണ്ടല്ലോ നിലവിൽ. ഇപ്പൊ 7 വർഷമായിട്ട് അവിടെ കൗൺസിലർമാര് പിന്നെ അവിടെ പിന്നെ ഇരിക്കുന്നുണ്ടല്ലോ. ഒരു 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 ഭാഗം കൗൺസിലർക്കും ഒരു ഭാഗം MLA-ക്കും. അതിനുള്ള നഷ്ടം എന്താണ്? അതെ, ഞാൻ ഇരിക്കുന്ന സ്ഥലത്തിന് അവർക്ക് ഇരിക്കാൻ ഒക്കില്ല എന്നുള്ളതാണ് ശ്രീലേഖയുടെ അഹങ്കാരവും തണ്ടു എന്ന് പറയുന്നത്. അതൊന്നും കേരളത്തിൽ വിലപ്പില്ല. അത് മാത്രം. ഇനിയിപ്പോ വേറെ എന്ന് പറയുന്നത് നമ്മൾ കണ്ടതാണ്, ക്രിസ്ത്യാനികളുടെ കാര്യം തന്നെ എടുക്കാം. ക്രിസ്ത്യാനികൾ ഇന്ന് ഞാനൊരു പിന്നെ വീഡിയോ കാണാനിടയായി. അപ്പോ കുത്തി ഇങ്ങനെ ചാനലുകാർ വന്ന് പാമ്പ്ളാനിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, മുസ്ലിങ്ങൾ എന്തൊക്കെയോ നേടിയെടുക്കുന്നില്ലേ അവർ ഒറ്റക്കെട്ടായിട്ട് നിന്ന്? ക്രിസ്ത്യാനികൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന് എന്തുകൊണ്ടാണ് നേടിയെടുക്കാത്തത്? ക്രിസ്ത്യാനികൾ എന്താണ് നേടിയെടുക്കാത്തത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പിന്നെ അതായത് അവർക്ക് അനുവദിക്കപ്പെട്ടതിൽക്കാൾ കൂടുതലായി നേടിയെടുത്തവരാണ് ക്രിസ്ത്യാനികൾ. വേറൊന്നും വേണ്ട, കേരളത്തിലെ വനഭൂമി മാത്രം എടുത്താൽ മതി. കേരളത്തിലെ വനഭൂമി എന്ന് പറയുന്നത് എത്രത്തോളം 1951 എത്ര ഉണ്ടായിരുന്നു, ഇപ്പോ 2025 ഡിസംബറിൽ എത്രയുണ്ട്? അത് ആരാണ് കൈവശം കൊണ്ടുപോയത്? ആരാണ് അവർക്കെല്ലാം കാലാകാലങ്ങളിൽ പതിച്ചു കൊടുത്തത്? കേരളത്തിലെ മലയോര പ്രദേശത്തിന്റെ 85-90% കൈയടക്കിയത് കേരളത്തിലെ ക്രിസ്ത്യാനികളാണ്. സത്യം പറയുന്നതിന് ആരുടെയും മുഖം നോക്കേണ്ട കാര്യമില്ല. സത്യം ആർക്കും ഇഷ്ടപ്പെടില്ല. സത്യത്തിന്റെ മുഖം വികൃതമാണ്. അപ്പോ ഏറ്റവും കൂടുതൽ പിന്നെ കൈയടക്കിയതെന്ന് പറഞ്ഞാൽ വെട്ടിപ്പിടിച്ചതാണ്. എന്ന് പറഞ്ഞാൽ വെട്ടിപ്പിടിച്ചതാണ്. അല്ലാതെ ആരും തീറെഴുതി കൊടുത്ത് വിലയ്ക്ക് വാങ്ങിച്ചതോ ഒന്നുമല്ല. അവർ എന്തും ചെയ്യും. അപ്പൊ അവർ അധ്വാനികളാണ്, സംഗതി ശരിയാണ്. അവർ അധ്വാനിക്കും. പെണ്ണും ആണും ഇറങ്ങി, മലയായിരുന്നാലും ഏത് കടലായിരുന്നാലും അവർ പോയി അത് വെട്ടിപ്പിടിച്ച് അവർ അവിടെ കൃഷി ഇറക്കി അവർ അത് സ്വർഗതുല്യമാക്കും. അപ്പൊ അങ്ങനെ തന്നെയാണ് കേരളത്തിലെ മലയോര പ്രദേശം. നിങ്ങൾ എവിടെ നോക്കിയാലും, മലപ്പുറമായിരുന്നാലും പാലക്കാടായാലും കോഴിക്കോടായാലും വയനാടായിരുന്നാലും അതിന് കണ്ണൂരായാലും പാലക്കാടായാലും ഏത് മലയോര പ്രദേശത്തും അവിടെ മലയോര പ്രദേശങ്ങൾ കംപ്ലീറ്റ് ക്രിസ്ത്യാനികളുടെ കയ്യിലാണ്. അവരെല്ലാം അതെല്ലാം ശരിയാക്കി അവസാനം നല്ല വിലയ്ക്ക് വിറ്റ് അവരുടെ നാട്ടിൽ പോകുന്നുണ്ട്. കോട്ടയം ജില്ലയിലേക്ക് പോകുന്നുണ്ട്. അത് കുഴപ്പമില്ല. കാലാകാലങ്ങളിൽ വരുന്ന ഗവൺമെന്റുകൾ, അതിന് ക്രിസ്ത്യാനി മുഖ്യമന്ത്രിയാവട്ടെ, ഹിന്ദു മുഖ്യമന്ത്രിയാവട്ടെ, മുസ്ലിം മുഖ്യമന്ത്രിയാവട്ടെ. മുസ്ലിം മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ആകെ 3 മാസം ഇവിടെ ഇരുന്നിട്ടുള്ളൂ. 3 മാസം പോലും ദിവസിരുത്തിയിട്ടില്ല. അപ്പോ അങ്ങനെയുള്ള കേരളത്തില് മുഖ്യമന്ത്രിയായി പിന്നെ കേരള കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ ക്രിസ്ത്യാനി വന്നിട്ടില്ലേ? ക്രിസ്ത്യാനികൾ എത്രയോ വർഷം ഇരുന്നിട്ടുണ്ട്. അതേസമയം ഒരു മുസ്ലിമിനെ ഇരുത്താൻ ആരെങ്കിലും കൂട്ടു നിൽക്കൂ? ആരും കൂട്ടു നിൽക്കുകയില്ല. പിന്നെ CH മുഹമ്മദ് കോയ ആകെ അങ്ങനെ ഒരു ഭാഗ്യം 3 മാസത്തിലുണ്ടായ അത് നമ്മുടെ CH മുഹമ്മദ് കോയക്ക്. അദ്ദേഹത്തിന് പോലും 3 മാസം തയ്ക്കാൻ പറ്റില്ല. കാരണം ഇവരെല്ലാം കൂടെ ആറാട്ടുമുണ്ടൻ ആന്റണി തള്ളിയിട്ടു. അപ്പൊ അങ്ങനെയാണ് ക്രിസ്ത്യാനികളുടെ മനസ്സെന്ന് പറയുന്ന. ഏത് രാഷ്ട്രീയ പാർട്ടി പോയാലും മതേതര വിശ്വാസികൾ വേറെ ഉണ്ട്, സത്യവിശ്വാസികളും ഉണ്ട്, ദൈവത്തെ ഭയമുള്ള ക്രിസ്ത്യാനികളും ഉണ്ട്. അവരൊന്നും ചെയ്യില്ല, അങ്ങനെയുള്ള പ്രവൃത്തി ചെയ്യില്ല. പാമ്പ്ളാനിയെ പോലെയുള്ള ഒറ്റുകാർ എന്ന് പറയുന്ന എന്തും ചെയ്യും, എന്തും പ്രവർത്തിക്കും. ഇപ്പൊ പറയുന്നെന്ന് പറയുന്ന മുസ്ലിങ്ങൾ എന്തൊക്കെയോ, അതായത് മുസ്ലിം പേര് പറയാതെ തന്നെ പല അവകാശങ്ങൾ അവർ, എന്ത് അവകാശമാണ്, എന്ത് അനാവശ്യമായ അനർഹതപ്പെട്ട എന്താണ് നേടിയെടുത്തിട്ടുള്ള മുസ്ലിങ്ങൾ? കേരളത്തിലെ മുസ്ലിങ്ങൾ അനർഹമായി എന്താണ് നേടിയെടുത്തിട്ടുള്ളത്? ഇപ്പൊ ക്രിസ്ത്യാനികൾക്ക് എന്ന് പറയുന്ന പണ്ട് യൂറോപ്പിലും അമേരിക്കയിലും അവിടെ ഇവിടെയൊക്കെ പോയി, ഗൾഫ് രാജ്യങ്ങളിൽ വരെ ആദ്യം പോയത് ക്രിസ്ത്യാനികളാണ്, നഴ്സായിട്ടും അല്ലാതെയൊക്കെ. അവർ പോയി ഒരുപാട് പൈസയും അതും ഇതൊക്കെ സമ്പാദിച്ചിട്ടുണ്ട്. മുസ്ലിങ്ങളും അതിനുശേഷം പോയി തുടങ്ങി. മുസ്ലിങ്ങൾ പോയി അവർക്ക് കുറെ ബിസിനസ്സുകൾ ചെയ്തു, അല്ലാതെ ഏതെല്ലാം രീതിയിൽ കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടും ബിസിനസ് ചെയ്തും അവർ കുറച്ച് പണം ഉണ്ടാക്കി. അവർ കുറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രൈവറ്റ് ആയിട്ട് ഉണ്ടാക്കി. പ്രൈവറ്റ് മെഡിക്കൽ കോളേജ്, പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജ്, പ്രൈവറ്റ് സ്കൂളുകൾ, പ്രൈവറ്റ് BEd കോളേജുകൾ, അങ്ങനെ ഒരുപാടെണ്ണം ഉണ്ടാക്കി. അവർ ഇവിടെ കേരളത്തിൽ പല ബിസിനസ് നടത്തി അവർ പൈസക്കാരായപ്പോഴത്തേക്ക് വസ്തുവും അതും ഇതുമൊക്കെ സ്വന്തമാക്കിയപ്പോൾ, ബിസിനസ് സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ഇവർക്ക് അസൂയ. അത് മെയിൻ അസൂയ എന്ന് പറയുന്നത് വെള്ളാപ്പള്ളിക്കാണ്. അപ്പൊ വെള്ളാപ്പള്ളിക്ക് അസൂയ എന്താണ്? അവന്റെ കള്ള് കുടിക്കാനായിട്ട് ആരും പോണില്ല. മുസ്ലിങ്ങൾ കള്ളു കുടിക്കുന്നില്ല. വളരെ അപൂർവമായിട്ട്, അതായത് ഒരു 100 പേരുണ്ടെങ്കിൽ ചിലപ്പോൾ 5 പേര് കള്ളു കുടിക്കുന്നവരാണ്. ദൈവഭയമുള്ളവനാരും. നമുക്ക് കാര്യം മുസ്ലിമിൻ എന്ന് പറയുന്നത് മദ്യം ഹറാമാണ്, വ്യഭിചാരം ഹറാമാണ്,
പലിശ ഹറാമാണ്. പക്ഷെ ഇതൊക്കെ ചെറിയ രീതിയിലൊക്കെ ഒരു വിഭാഗം ജനങ്ങൾ അത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. എന്തായാലും ശരി, എന്തായാലും വെള്ളാപ്പള്ളിയുടെ കള്ള് കുടിക്കാനായിട്ടും എൻ്റെ ലൈസൻസ് എടുക്കാൻ വേണ്ടി മുസ്ലിങ്ങൾ കൂടുതൽ നടക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് മുസ്ലിങ്ങളെ കൊണ്ട് വലിയ നേട്ടമൊന്നുമില്ല. അതുകൊണ്ടാണ് മലപ്പുറം പാകിസ്ഥാനാണെന്നും മലപ്പുറത്ത് ജീവിക്കണമെങ്കിൽ വലിയ പ്രശ്നങ്ങളാണെന്നും അവർ അടിമകളെ പോലെയാണ് കഴിയുന്നതെന്നൊക്കെ പറയുന്ന വിഷം ചീറ്റുന്ന ഈ വെള്ളാപ്പള്ളിയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് അതായത് മുസ്ലിം പിന്നോക്ക സമുദായ ഒരു ഫെഡറേഷൻ പോലെ ഉണ്ടാക്കി അവരെല്ലാം ഒന്ന് ചെയ്യുന്ന പലതും നേടിയിട്ടുണ്ട്. അപ്പോൾ വെള്ളാപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം SNDP എന്ന് പറയുന്നത് ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘമാണ്. അതിന് ഒരുപാട് കോളേജുകളും സ്കൂളുകളും അതും ഇതുമൊക്കെ എല്ലാ സ്ഥലത്തും തെക്കൻ കേരളത്തിൽ ഒരുപാടുണ്ടായിരുന്നു. പക്ഷേ വെള്ളാപ്പള്ളി വന്നതിന് ശേഷം, അതായത് പിണറായി മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ഈഴവ ജാതിയിലുള്ള ആളാണ്. ആ മനുഷ്യൻ്റെ അടുത്ത് ഇന്ന് വരെ SNDPക്ക് വേണ്ടി അല്ലെങ്കിൽ SN ട്രസ്റ്റിന് വേണ്ടി ഒരു മെഡിക്കൽ കോളേജിനോ ഒരു എഞ്ചിനീയറിംഗ് കോളേജിനോ ഒരു ഹൈസ്കൂളിനോ ഒരു BEd കോളേജിനോ വേണ്ടി ഈ വെള്ളാപ്പള്ളി നടേശൻ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടില്ല. ഇന്ന് വരെ കൊടുത്തിട്ടില്ല. കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുകയാണ്. അപ്പൊ കൊടുത്തിട്ടില്ല. കൊടുക്കാതെ ഇരുന്ന് ആ സമുദായത്തിന് വളർച്ച ഉണ്ടാകാതെ ഒരു കാലഘട്ടം വരുമ്പോൾ അതിന് ആരെങ്കിലും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതേസമയം വെള്ളാപ്പള്ളിയുടെ പേരിൽ, ഭാര്യയുടെ പേരിൽ, മകന്റെ പേരിൽ, മരുമക്കളുടെ പേരിലൊക്കെ എല്ലാ സ്ഥാപനങ്ങളും ഈ വെള്ളാപ്പള്ളി SNDPയുടെ തലപ്പത്ത് വന്നതിന് ശേഷം നേടിയെടുത്തിട്ടുണ്ട്. അതേസമയം സമുദായത്തിന് മാത്രം SNDPക്കോ SN ട്രസ്റ്റിൻ്റെയോ കീഴിൽ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അതെല്ലാം ഉണ്ടാക്കിയതെല്ലാം ആർ ശങ്കറിന്റെ കാലത്തും മറ്റും വിദ്യാസാഗറിന്റെ കാലത്തും ഒക്കെയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഈ കള്ള് കച്ചവടക്കാരനെയും പലിശക്കാരനുമായ വെള്ളാപ്പള്ളിയെ നിർബന്ധമായ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റി നല്ല ആരെങ്കിലും വിദ്യാസാഗറും നമ്മുടെ അടൂർ പ്രകാശും ഒക്കെ മുന്നിട്ടിറങ്ങി, ഗോപാലനും ഒക്കെ മുന്നിട്ടിറങ്ങി കഴിഞ്ഞാൽ വെള്ളാപ്പള്ളി പറവറത്തി നല്ല അന്തസ്സുള്ള അഭിമാനമുള്ള സമുദായത്തെ സ്നേഹിക്കുന്ന, സമുദായ അംഗങ്ങളെ സ്നേഹിക്കുന്ന, അവരോട് ആത്മാർത്ഥതയുള്ള ഏതെങ്കിലും ഒരു നല്ല നേതാവിനെ കൊണ്ടുവന്ന് SNDPയുടെ തലപ്പത്തിരുത്തണമെന്നും ആ സമുദായം പുരോഗമിക്കട്ടെ, ആ സമുദായം മെച്ചപ്പെടട്ടെ, ആ സമുദായം നല്ലപോലെ വളരട്ടെ. ഈ മദ്യക്കച്ചവടത്തിൽ നിന്നും പലിശയിൽ നിന്നും നമ്മൾ ഒഴിവായിട്ട്, കാരണം മദ്യം എന്ന് പറയുന്ന വിഷമാണ്, കൊടുക്കരുത്, കുടിക്കരുത് എന്ന് പറഞ്ഞ നാരായണ ഗുരുവിന്റെ ആൾക്കാരാണ് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മദ്യക്കച്ചവടം നടത്തുന്നത്. പലിശയായിരുന്നാലും അത് തന്നെയാണ്. അപ്പൊ ജാതി ചോദിക്കരുത്, പറയരുത് എന്നൊക്കെ പറഞ്ഞാണ് നാരായണ ഗുരുവിന്റെ തന്നെ തത്വസംഹിതകളാണ്. ഇതെല്ലാം കാറ്റിൽ പറത്തിയാണ് ഈ നടേശൻ ഈ അധികാര സ്ഥാനത്തിരിക്കുന്നത്. ഇതിനൊരു മാറ്റം ഉണ്ടാവണം ജനങ്ങൾക്ക്. അതായത് ഈഴവ സമുദായങ്ങൾ, നിങ്ങൾ വേറെ ആർക്കും വേണ്ട, ഈഴവ സമുദായം മെച്ചപ്പെടട്ടെ. അവർ സാമ്പത്തികമായിരുന്നാലും ശരി, അല്ലാത്ത രീതിയിലായിരുന്നാലും ശരി, അവർ മെച്ചപ്പെട്ട് പൊതുസമൂഹത്തിൽ വരട്ടെ. ഇപ്പോൾ തന്നെ നമുക്കറിയാം, പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഈഴവ സമുദായം അദ്ദേഹം മാത്രമാണ് മുഖ്യമന്ത്രി. 11 പേര്, കേവലം 11% നായന്മാര്, 11 12 മന്ത്രിമാര് കേരളത്തില് ഈ മന്ത്രിസഭയിലുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അവർ കൈയടക്കി വെക്കുകയാണ് എല്ലാ സ്ഥാനമാനങ്ങളും. നിങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏത് ഭാഗത്തായിരുന്നാലും മുന്നോക്ക സമുദായങ്ങളാണ് എല്ലാ അധികാര സ്ഥാനങ്ങളും കൈയടക്കി വെച്ച്. അവർക്ക് പിന്നോക്കക്കാർക്ക് സംവരണം ഇതും കൂടെ ആയി വരുമ്പോൾ ബാക്കിയുള്ള പാവപ്പെട്ടവർക്ക്, ദളിതന് വല്ല രക്ഷയും കിട്ടും. ഏതെങ്കിലും ഒരു ദളിതന് അധികാര സ്ഥാനത്തിലുണ്ടോ? ഏതെങ്കിലും ഒരു ദളിതൻ മന്ത്രിയുണ്ടോ? ആദ്യമാണ് കേരള ചരിത്രത്തിൽ തന്നെ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും കേരളത്തിലൊരു ദളിത് മന്ത്രി ഇല്ലാത്തത്. അതും ഇടതുപക്ഷ CPM ഭരിക്കുന്ന, CPM നേതൃത്വം കൊടുക്കുന്ന, അല്ലെങ്കിൽ CPIയും അതിൽ തന്നെ ഭാഗവാക്കായ ഒരു മന്ത്രിസഭയുള്ളപ്പോൾ ഒരു ദളിതൻ മന്ത്രി ഇല്ലാത്തത് ആദ്യത്തെ സംഭവമാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ കണ്ട് മനസ്സിലാക്കണം. ദളിതരായിട്ടും മുന്നോക്കക്കാരായിട്ടും ന്യൂനപക്ഷങ്ങളായിട്ടും അങ്ങനെ തന്നെ പോയാൽ പോരാ. എല്ലാവർക്കും തുല്യമായ അവകാശം നമ്മുടെ ഭരണഘടന നമുക്ക് അനുവദിക്കുന്നുണ്ട്. ഭരണഘടന നമ്മൾക്ക് ഉറപ്പ് നൽകുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരെയും മെയിൻ സ്ട്രീമിലേക്ക് വിദ്യാഭ്യാസമായിട്ട് മെച്ചപ്പെട്ടു വരട്ടെ. മെച്ചപ്പെട്ടു വന്ന് നല്ല സ്ഥാനമാനങ്ങളിലിരിക്കും. ദളിതനും ന്യൂനപക്ഷവും ഒക്കെ ഇല്ലാതാവും. അങ്ങനെ ഒരു അന്തരീക്ഷം കേരളത്തിൽ സംജാതമായി കാണാനാണ് ഇവിടെയുള്ള മതേതരവാസികളും മതേതര ചിന്താഗതിക്കാരും ഇവിടെയുള്ള ജനാധിപത്യ വിശ്വാസികളും ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി നമുക്കെല്ലാം കൂട്ടായി ശ്രമിക്കാം. അതിനുവേണ്ടി നമ്മൾ പടപെടുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഭാരത്.